ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനായി 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇത് കുറച്ച് ചെനച്ച മാങ്ങയാണ്. ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. ചെറിയൊരു മധുരവും ആയിട്ട് ഒത്തിരി നാൾ ഇരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇത്രയും മാങ്ങയ്ക്കൊരു 3 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ദിവസം അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം ആ ഉപ്പിട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. ഉപ്പ് അതിൽ പിടിച്ചാലേ ഉള്ളൂ നമ്മൾ അച്ചാറിടുമ്പോൾ അതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് അറിയുകയുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് അതുമൊന്ന് ചൂടാകാൻ നിൽക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റാം. നമുക്ക് അതൊന്ന് വഴന്ന് വന്ന ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് അതൊന്ന് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീ മതി, ചെറിയ തീയിലിട്ട് ചൂടാക്കിയാൽ മതി. അതിനുള്ളിൽ നമ്മൾ ആ മാങ്ങ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് വെള്ളമായിട്ട് വന്ന് കാണും. ഈ വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് ഇതുപോലെ നമ്മൾ ഊറ്റിയെടുത്തിട്ട് അതിനെ ആ പൊടി എണ്ണ മൂപ്പിച്ചതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ നല്ല കുറുകി വരും. ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാവുന്നതാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ ചൂടിലേക്ക് തന്നെ നമുക്ക് ഈ മാങ്ങ എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആ പാത്രത്തിൻ്റെ ചൂടും ആ അരപ്പിൻ്റെ ചൂടും എല്ലാം കൂടെ ആ മാങ്ങയൊന്ന് ചൂടായിക്കോളും. പിന്നെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്.
അതിനുശേഷം അര സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. അത് ഈ അച്ചാറിന് ഒരു പ്രത്യേക രുചി നൽകും. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇതിനെ ഒരു ബോട്ടിലിലാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.